ഗോപേട്ടന് അത് വിശ്വാസം ആവുന്നില്ല അല്ലേ? ഗോപേട്ടാ, ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതും സ്വത്തുക്കളൊക്കെ അവൾ എനിക്ക് എഴുതി തന്നതുമെല്ലാം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാ. അതവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സമ്മതിച്ചതുമല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു സംശയം? പാർവതി അത് സമ്മതിച്ചല്ല, നീ അവളെ കൊണ്ടത് സമ്മതിപ്പിച്ചതല്ലേ? എങ്ങനെ? അവളെ കൊണ്ട് ആര് സമ്മതിപ്പിച്ചു എന്ന്? എന്റെ ഗോപേട്ട, നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കുക. ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണ് സ്വത്ത് കൈമാറ്റം നടത്തിയതെന്നോ രാജിവെച്ചതെന്നോ അവള് ഗോപേട്ടനോട് പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ല, പാർവതി അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവൾ അത് വെളിപ്പെടുത്തിയില്ലെങ്കിലും എന്താണ് നടന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗോപേട്ടന്റെ ഊഹങ്ങള് ശരിയാണോന്നുണ്ടോ? ഇല്ല. ഇക്കാര്യത്തില് ഗോപിയേട്ടൻ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാ. ഓ, ഹും. നീ കൂടുതൽ സമർത്ഥിച്ച് എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കല്ലേ പ്രഭാവതി. നീയായിട്ടാണ് അവരെ ഇവിടെ നിന്ന് ഇറക്കിവിട്ടത്. പറയ് പ്രഭാവതി, എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടാ നീ വിശാലിനെയും പാർവതിയും ഈ പടിയിറക്കി വിട്ടത്? എന്റെ ഗോപിയേട്ടാ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതോ മനസ്സിലാകാത്ത വിധം അഭിനയിക്കുകയാണോ? എന്റെ ഗോപിയേട്ട, മനസ്സാ വാചാ കർമ്മണ ഞാനൊരു തന്ത്രവും പ്രയോഗിച്ചിട്ടില്ല. അവരോട് ഇവിടുന്ന് പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. പരമാവധി അവരെ ഇവിടുന്ന് പോകുന്നതിൽ നിന്നും തടയാനല്ലേ ഞാൻ ശ്രമിച്ചതും. അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതുമല്ലേ. ഞാൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവരത് കേൾക്കാൻ കൂട്ടാക്കാതെയല്ലേ അവരുടെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അല്ല, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഗോപിയേട്ട? പ്രഭാവതി, നീ അതിബുദ്ധി കാണിക്കരുത്. അല്ല ഗോപിയേട്ട, ഞാനാണ് അവരെ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്നുള്ളതിന് ഗോപിയേട്ടന്റെ കയ്യിൽ തെളിവുള്ളതുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്ക്. തെളിവടക്കം കാണിച്ചാ ഞാനത് സമ്മതിക്കാം. നീയല്ലേ ആള്. തെളിവും സാക്ഷിയും ഇല്ലാതെ എന്ത് ചതിപ്രയോഗവും നടത്താനുള്ള വൈഭവം നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി. ഗോപിയേട്ടൻ വെറുതെ എന്നെ കുറ്റക്കാരിയാക്കരുത്. പ്രഭാവതി, നീ ചെയ്യുന്നതെല്ലാം മുകളിലിരിക്കുന്ന ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുക. എന്നും നിനക്ക് ദൈവം കൂടെ കാണുമെന്ന് നീ കരുതരുത്. ഒരു നാൾ നിന്റെ കേസും ദൈവം വിധി പറയാൻ എടുക്കും. അന്ന് നിനക്ക് കിട്ടാൻ പോകുന്നത് കടുത്ത ശിക്ഷയായിരിക്കും. നീ അത് ഓർത്തോ? നാരായണസ്വാമി, മഹാലക്ഷ്മി, കാത്തുരക്ഷിക്കണേ. അറിയാലോ, ഒരു ചില്ലി കാശില്ലാതെ, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ ശൂന്യമായ കൈകളോടെയാ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഭഗവാനും ഭഗവതിയും ചേർന്ന് അല്ലലില്ലാതെ ഞങ്ങളെ സംരക്ഷിക്കണം. ഇവിടെ നിന്നോ ഇനി ഞങ്ങൾ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. അതിന് വഴിയൊരുക്കി തരണം. അമ്മയോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് അമ്മ നേരിട്ട് കാണുകയാണല്ലോ. എന്നത്തെയും പോലെ അമ്മയുടെ സ്നേഹവും കടാക്ഷവും എപ്പോഴും ഞങ്ങൾക്കുണ്ടാവണം. ഞാൻ കാരണമാണ് അമ്മയുടെ മോന് ഈ ദുരവസ്ഥ
ആണോ? അല്ല. അപ്പോ താനേ എത്രയോ പേര് ഈ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്നു. അവരും നമ്മളെപ്പോലെ എന്നെ പോലെ മനുഷ്യർ തന്നെയല്ലേ? അപ്പോ എനിക്കെന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ ജീവിച്ചു പൊയ്ക്കൂടെ? ഇത് നമ്മുടെ ജീവിതത്തിലെ ആരണ്യകാന്ഡമാണെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാം. അമ്മയും ദൈവങ്ങളും കൂടെ ഉള്ളപ്പോ നമ്മളെന്തിനു ഭയപ്പെടണം? ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുക. അത് സന്തോഷത്തോടെ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തി കണ്ണീരൊക്കെ തുടച്ച് ഒന്ന് ഹാപ്പിയായേ. ഹാപ്പി ആവടോ. ആ അല്ലടോ, ഒരാവേശത്തിന്റെ പുറത്ത് നമ്മളിങ്ങോട്ട് കയറി വന്നു. പക്ഷേ വല്ലതും കഴിക്കണ്ടേ? മാമുണ്ടേ. വിശപ്പിന് മുന്നിൽ ഒരു ഫിലോസഫിക്കും സ്ഥാനമില്ലല്ലോ. എന്ത് ചെയ്യും? രൂപേനൊരമ്മ വിശപ്പ് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും? താൻ വിഷമിക്കുന്നടോ. വാ കീറിയ ദൈവേ അന്നേക്കുള്ള അന്നവും തരുമെന്നാണല്ലോ. നമുക്ക് നോക്കാം ദൈവം എങ്ങനെയാണ് അന്നം തരുന്നതെന്ന്. സാറേ, വിശാൽ സാറേ, മാഡം, മാഡം, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ? വിശാൽ സാറേ, മാഡം. ആ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. ഞങ്ങള് മാഡത്തിന്റെ കമ്പനിയിലെ പണിക്കാരുടെ ഭാര്യമാരാ. ഇത് കുറച്ച് ആഹാരോ? മാഡവും സാറും ഇത് സ്വീകരിക്കണം. ഇത് വാങ്ങണം മാഡം. മാഡത്തിന്റെ കൈപ്പുണ്യത്തോളം വരുമോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അന്ന് മാഡം വച്ചു വിളമ്പിയ ആഹാരത്തെക്കുറിച്ച് ഞങ്ങളുടെ ഭർത്താക്കന്മാര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കഴിച്ചിട്ടും മതിയായതേ ഇല്ലെന്ന്. അന്ന് ഞങ്ങൾ കരുതിയതാ മാഡത്തെ ഒന്ന് കാണണമെന്നും നന്ദി പറയണമെന്നും. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ആഹാരം മാഡത്തിനുള്ള നന്ദിയാണ്. മാഡം ഇത് സ്വീകരിച്ചേ മതിയാവൂ. മാഡം, ഇന്ന് മാത്രമല്ല എന്നും ഇതുപോലെ ആഹാരം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ തയ്യാറാ കേട്ടോ. ഏതായാലും നിങ്ങൾ ഈ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നതിൽ വളരെ ഉപകാരം. ഇത് ഞങ്ങളുടെ സന്തോഷമാണ് മാഡം. മാഡവും സാറും കഴിക്കണം. ഞങ്ങൾ പിന്നീട് സൗകര്യം പോലെ വരാം.
ഞാൻ പറഞ്ഞില്ലേ, ആഹാരത്തിനുള്ള വക ദൈവം തരുമെന്ന്. ഇപ്പം നീ കണ്ടില്ലേ? അതെ, ശരിയാ. ദൈവം നമ്മുടെ വിഷമം കണ്ടു. സാർ വേണ്ടോ, നമുക്ക് കഴിക്കാം. വാ. നീ എന്ന മേഘത്തിൻ പടവുകൾ കയറി ഞാനേതോ മാറിപ്പൂ തിരയുകയായി. ഹലോ അമ്മേ. പല്ലവി, അമ്മ ഇത് എവിടെയായിരുന്നു? ഞാൻ 2 ദിവസമായി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറയുന്നു. അമ്മ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അത് മോളെ, ഫോണ് എന്റെ കയ്യിൽ നിന്ന് ബക്കറ്റിൽ വെള്ളത്തിൽ വീണ് കേടായിപ്പോയി. അത് നന്നാക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. 2 ദിവസം എടുത്തു നന്നാക്കി കിട്ടാൻ. ഓ കൊള്ളാം, നല്ല കഥയായി. ഈ 2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയോ? അവിടെ എന്താ നടന്നത്? അത് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞമ്മേ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്നോ? ആ കഴിഞ്ഞു. അതെങ്ങനെ കഴിയും? ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തമൊന്നും കുറിച്ചില്ലല്ലോ. അങ്ങനൊരു മുഹൂർത്തത്തിന് ഇനിയും നാളുകൾ കഴിയണമെന്നായിരുന്നല്ലോ. പിന്നെ പിന്നെ എങ്ങനെ നിങ്ങൾ ശാന്തി മുഹൂർത്തം നടത്തി? അതൊക്കെ പ്രഭാവതി അമ്മ നടത്തി തന്നു. 2 ദിവസം മുമ്പ് ശാന്തി മുഹൂർത്തം നടക്കുകയും ചെയ്തു. ഇപ്പൊ ഞാനും വിപിൻ സാറും ഒരുമിച്ചാ കഴിയുന്നേ. അത് അങ്ങനെ ശാന്തി മുഹൂർത്തം നടത്തിയ പാർവതി അവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ട്. നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഇവിടെ ഇല്ലാത്ത അവൾക്ക് ഞാൻ എങ്ങനെയാ ഫോൺ കൊടുക്കുന്നേ? പല്ലവി, നീ അവൾക്കൊന്ന് ഫോൺ കൊടുക്ക്. അമ്മേ, ചേച്ചി ഇപ്പൊ അടുത്തില്ല. അമ്മ ചേച്ചിയുടെ ഫോണിലേക്ക് തന്നെ വിളിച്ചാ മതി. പിന്നെ അമ്മേ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ഞങ്ങളുടെ ആദ്യരാത്രിയുടെ അന്ന് ഇവിടെ ഈ വീടിനകത്തൊരു പാമ്പ് വന്നു. എന്നിട്ട് വിനേട്ടനതിനെ അടിച്ചു. നല്ല അടിയായിരുന്നു. പാമ്പ് ചത്തൂന്ന് തന്നെയാ കരുതിയത്. പക്ഷെ അതിന്റെ ഉയിര് പിഴച്ചു. പക്ഷെ ചേച്ചി ആ പാമ്പിന്റെ മുറിവേറ്റ ഭാഗത്തൊക്കെ മഞ്ഞൾ പുരട്ടി അതിനെ പറഞ്ഞു വെച്ചു. എന്താ അമ്മേ, ഞങ്ങളുടെ ആദ്യരാത്രി തന്നെ പാമ്പ് വന്നത്? ഇനി എനിക്ക് വല്ല നാഗദോഷം ഉണ്ടോ? നാഗദോഷമുള്ളവരുടെ ശാന്തി മുഹൂർത്തത്തിന് പാമ്പ് വന്ന് തടസ്സപ്പെടുത്തുമെന്ന് പറയുന്നത് ശരിയാണോ? എടി, നിന്നോട് 100 ആവർത്തി ഓരോന്ന് പറഞ്ഞാലും നീ അത് ചെവി കൊള്ളില്ല. ആ നേരത്ത് പാമ്പ് വരുന്നതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. നീ ആ ഫോൺ കൊണ്ടുചെന്ന് പാർവതി കൊടുത്തേ. അമ്മേ, അമ്മ അവളുടെ നമ്പറിലേക്ക് വിളിച്ചേ. എനിക്ക് ഇതിൽ അവളോട് സംസാരിച്ചാ മതി. നീ അത് കൊണ്ടുപോയി കൊടുത്തേ. കൊടുക്കാൻ. അത് അമ്മ. എന്താടി, അവൾക്ക് വല്ല പറ്റിയോ? അമ്മേ, അവളും വിശാൽ സാറും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അത് ഇത് എന്റെ തീരുമാനം തന്നെയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്കിപ്പം ആരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ എല്ലാ ഉത്തരവാദിത്തങ്ങളും അമ്മയെ ഏൽപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് വലുത് ഗായത്രി അമ്മയും വിശ്വാസ് സാറും നിങ്ങളൊക്കെ. ഞാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയാ. അവള് സ്വയം ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ അമ്മ? പോട്ടെ, പോയി അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അല്ല പിന്നെ വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എനിക്കൊന്ന് കേൾക്കും വേണ്ട. ഇതെല്ലാം നീ ഒരാള് കാരണ. ഞാൻ എന്ത് ചെയ്തു? വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഹലോ, നമ്മുടെ ജീവനക്കാര് എത്ര മനസാക്ഷിയും സ്നേഹമുള്ളവരാണല്ലേ പാർവതി? അവരുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളല്ലേ സർ അതൊക്കെ? ഒരു കുടുംബത്തിന് അത്യാവശ്യം വേണ്ടതെല്ലാം അതിലുണ്ട്. തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഇതെല്ലാം ദൈവത്തിന്റെയും ഗായത്രി അമ്മയുടെയും അനുഗ്രഹമാണ് സർ. ഒന്നുമില്ലാതെ ഇവിടെ വന്നു കയറിയ നമുക്ക് ആ കാണുന്നതെല്ലാം എത്ര അനായാസമായിട്ടാ കിട്ടിയത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാ പാർവതി. ആരുമില്ലാത്തവന് ദൈവം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ. ഇനിയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടാവും സർ. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അതെ, ഓരോന്ന് പറഞ്ഞിരുന്ന നേരം വൈകി. നമുക്ക് കിടക്കണ്ടേ? കിടക്കാം. അതിനു മുമ്പ് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ശരി, എന്നാ വാ.